അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ വിഷയം പരിശുദ്ധമായ റബീഉൽ അവൽ ഞങ്ങൾക്ക് അടുത്തോണ്ടുണ്ട്. ഈ റബീഉൽ അവൽ തുടങ്ങലോടുകൂടെ തുടങ്ങര ഒന്നായിട്ട് വ്യാപകമായി കണ്ടുവന്നുകൊണ്ടുള്ളതായിട്ട് കിസ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ ഇത് റബീഉൽ അവൽ തിങ്കൾ കിസ് നടത്തുകൊള്ള തിങ്കൾ തന്നെ എന്ന് ആൾമാർ അതൊരു സുന്നത്തായ കാര്യം, അല്ലെങ്കിൽ അത് റബീഉൽ അവൽ തിങ്കൾ അതുക്കുള്ളത് എന്നൊരു നിലക്കായിപ്പോരും. പല നിലക്കും കിസ് നടത്തുന്നത് മൊത്തത്തിൽ ഈ കിസിനെ ആക്ഷേപിക്കുക അല്ല. കിസ് എന്നുള്ളത് ആൾമാരെ എതിർല ദൈപ്പാട്ടി വെച്ചിട്ട് അങ്ങക്ക് പിന്നറാലട്ടെ കേൾക്കുക ഒരു വ്യവസ്ഥ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടേ കേട്ടിട്ട് അങ്ങക്ക് എന്തെങ്കിലും പഠിക്കുകയും പോലത്തെ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് നല്ലേ, അതിനെ സംബന്ധിച്ച് ആക്ഷേപമില്ല. അതേ സമയത്ത് ഈ വാട്സാപ്പിലോട് കൂടെ ഓൺലൈന് ക്വിസ് നടത്തേ ഇതിന് ബുദ്ധിമുട്ടായിട്ട് ഇത് ഞങ്ങൾ ഫസ്റ്റായിട്ട് വിരോധിക്കുന്നതുമല്ല. ബഹുമാനപ്പെട്ട ഞങ്ങൾ കർണാടകത്തെ അറിയപ്പെട്ട വലിയ ആലിമായിട്ട് ഇത് ബേക്കൽ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ് ഉയർത്തി കൊടുക്കട്ടെ. ബേക്കൽ ഉസ്താദ് ഇത് വർഷങ്ങൾക്ക് മുന്നൽ തന്നെ ഇതിനെ കർശനമായി വിരോധിച്ചത്. എന്താ വിരോധിച്ചത് കേട്ടെങ്കിൽ അങ്ങ് കേക്കടെ ക്വസ്റ്റൻ സാധാരണ ആൾമാർക്ക് ആവശ്യമില്ലാത്തതും സാധാരണ ആൾമാരെ ഈമാനിക്ക് തന്നെ കോട്ടം വരുത്തലെങ്കിലത്തെ ചോദ്യങ്ങളായിട്ട് ഒന്ന്. രണ്ടാമത് ഈ കേട്ട ആളുമാർ നീനൊക്കെ ബേക്കൽ ഉസ്താദ് തന്നെ ചൊന്നത് 12 ಗಂಟೆ ജാവുക ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറമ്പണക്കൊരു ഫോൺ വന്നത്. അപ്പൊ ഹാദ്യമുട്ട ഞാൻ എടുക്കുക ചെന്നെ അങ്ങനെ ഉസ്താദിട്ട് കൊടുക്കാൻ കേട്ട ഉസ്താദിട്ട് കൊടുക്കുറു ചെന്നിട്ട് അമ്മ നണ്ടിട്ട് തണുത്ത് അങ്ങനെ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കേക്കടെ ക്വസ്റ്റൻ എന്താ ഒരു കിസ് ഒരു ആൻസർ ಇದಕ್ಕೆ ഇങ്ങനെ ಬೇನಿಂತ ನಾಕ್ ಅದಕ್ಕೆ ಅಂದ್ರೆ ಕನ್ಫರ್ಮ್ ಅಂತ ಗೊತ್ತಿಲ್ಲ. ಅದಾയിട്ട് ಕೇಳ್ಕೊ ನಾನು ಈ ಫೋನ್ ಹಾಕೇನೆ 12 ಗಂಟೆ ಜಾವು 6 ഫോൺ ಹಾಕಡೆ ಬೇಕಲ್ ಉಸ್ತಾದ್ അങ്ങനെ എത്ര വലിയ ആലിമീങ്ങൾ. അപ്പൊ ഇതുക്കുള്ള മൂല കാരണം എന്ത് ഞങ്ങൾ ഈ കിസ് പ്രോഗ്രാം ആയിട്ട് ഇതിൽ നിന്നുള്ളതായ അനാಹುತ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നോക്കൂ. ഞങ്ങൾ ഈ സാധാരണ ആൾമാരുടെ ഈ കേൾക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് തന്നെ അങ്ങോട്ട് കേൾക്കേണ്ടതോ അങ്ങ് പഠിക്കേണ്ടതോ ആവശ്യമുള്ള ചോദ്യങ്ങളല്ല അധികവും. എന്നാൽ അത് ചൊല്ലേക്ക് മുന്നൽ തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊന്ന് മനസ്സിലാക്കാം. സാധാരണ ആൾമാർക്ക് നിങ്ങൾ കേൾക്കുന്ന ക്വസ്റ്റനുക്ക് ആൻസർ അങ്ങ് യോഗ്യാക്കും. ಇದಕ್ಕೆ ಆನ್ಸರ್ അങ്ങ് യോഗ്യാക്കും. അങ്ങ് ആക്കട ആൻസർ ഒന്ന് ഈ നിങ്ങൾ കൊടുക്കുന്ന ചീറ്റ് 3 നിലക്കായിട്ട് കാണി. ഒന്ന് ചീറ്റ് എഴുതിട്ട് കടലാസ് എഴുതിട്ട് അവ കടത്തല് അല്ല ആൾമാരെ കയ്യിൽ കൊടുക്കല്. 2 വാട്സാപ്പിലോട് കൂടെ സ്റ്റാറ്റസോ മറ്റേതോ ആയിട്ടും. പിന്നെ ഒന്നുള്ളത് പ്രോഗ്രാം നടത്താൻ മക്കളെ പ്രോഗ്രാം നടത്തുമ്പോൾ കിസ് ആക്കല്. ഈ 3നും നിങ്ങൾ നോക്കൂ. ഈ സാധാരണക്കാർ എവിടെ ಇದಕ್ಕೆ ആൻസർ ആക്കല്. കടലാസ് നിങ്ങൾ കൊടുത്തെങ്കിൽ ആ കടലാസ് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങ് പള്ളിയുടെ ഉസ്താദ് കൊടുക്കും. ഉസ്താദ് ഈക്കൊന്ന് എഴുതിട്ട് തരണം ഉസ്താദ് കാസറമ്മ. ഇനി ആ ചോദ്യത്തുകളുടെ ഉത്തരെല്ലാം ഉസ്താദിക്ക് എല്ലാം കൊന്തിക്കറ ചെന്ന് ഈ ചോദ്യങ്ങളും ചൊല്ലത് പഠിക്കാൻ നിസ്കാരത്തതോ നോമ്പുടേമോ മസാല കണ്ടെങ്കിൽ ഉസ്താദ് ചൊല്ലും. ഇത് അങ്ങനത്തെ എന്തല്ല, ഇത് ഏതോതോ കാലഘട്ടത്തിൽ ഏതോതോ ചരിത്രങ്ങൾ അതുമായി സംബന്ധപ്പെട്ടതായിരിക്കും. ഇനി ഉസ്താദ് അത് ചൊന്നില്ലെങ്കിലും പ്രോബ്ലം എന്തേ ഉസ്താദ് എന്തും തരില്ല. അപ്പൊ റായത്ത് ഇത് തപ്പിത്തു ഉസ്താദ് ചൊന്നു കൊടുത്തു അതിന് ഉത്തര തപ്പിത്തു. അവിടെയും ഈ ഹത്തീബ് എന്തും തെരിയല, ഈ ഉസ്താദ് എന്തും തെരിയല, അയാൾക്ക് എന്തും പഠിപ്പില്ലാണ്ടായിട്ട് ആൾമാർ ഗൗരവത്തിൽ കാണേണ്ട ഉസ്താദുമാരെ നിസാരപ്പെടുത്തുന്ന അവസ്ഥയിലായിട്ട് ഇത് എത്തുക. അപ്പൊ ഈ ചീറ്റ് കൊടുത്തെങ്കിൽ ഒന്നാ ഉസ്താദ് കൊടുക്കരുത്, അല്ലെങ്കിൽ അതിലെ ഫോട്ടോ എടുത്തിട്ട് ഉസ്താദുമാർ കടത്തുന്നത്. അതല്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ അങ്ങനെ എങ്ങനെ പഠിക്കണം? ഇതിക്ക് അങ്ങനെ സാധാരണക്കാർ ആൻസർ ആക്കണം. നിങ്ങൾ മദ്രസ് മക്കൾ പഠിപ്പാട്ടെ അല്ലെങ്കിൽ ദർസിൽ പഠിപ്പാട്ടെ ശിശു മക്കളെ വിളിച്ചിട്ട് അങ്ങ് ഇന്ന ഭാഗത്തിൽ നിന്ന് ഇന്ന ഭാഗത്തോളം ഇത്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ചോദ്യം കേൾക്കട്ടെ ഇത് പഠിച്ചു വെക്കോന്ന് ചൊന്നിട്ട് അങ്ങനെ പഠിപ്പാട്ടി ഒരു പക്കം ദൈപ്പാട്ടിട്ട് അങ്ങക്ക് കിസ് ആക്കണമെങ്കിൽ അത് അങ്ങക്ക് പഠിക്കുക ഒരു പ്രോത്സാഹമായിട്ട് നല്ല തന്നെയായിട്ട്. ഇത് അങ്ങനല്ല. ഇത് സാധാരണ ആൾമാർ എവിടെ ഇത് ആൻസർ തരണോ അങ്ങ് തഫ്സീർ ഓതിടാറാ, അങ്ങ് കിതാബ് ഓതിടാറാ, അങ്ങക്ക് താരീഖ് വന്നിട്ടുണ്ടാ, അങ്ങ് ഏത് താരീഖിൽ കിതാബ് ഓതിടാറ്, അങ്ങ് ഖുലഫാ റാഷിദീങ്ങളെ പഠിച്ചിട്ട് അങ്ങ് പഠിച്ചിടാറാ, അങ്ങ് ചരിത്രം പഠിച്ചിടാറാ. പിന്നെ എവിടെ അങ്ങ് ആൻസർ ആക്കണം, എവിടെ അങ്ങ് ആൻസർ ചൊല്ലണം. അത് ഇതിലെ ഫോട്ടോ എടുത്തിട്ട് ഉസ്താദുമാരെ കടത്തുന്നത്. ഈ ക്വിസ് ആൻസർ ആക്കുന്നതിലും 99% പെണ്ണുങ്ങളായിട്ടിക്കരുത്. ഇതിലെ പിറവത്തെ പോകേണ്ടതും പെണ്ണുങ്ങൾ തന്നെ ആയിട്ടിക്കരുത്.
എന്നിട്ട് ബുർക്ക് ഓഫർ ಬೇರೆ, ആ ഓഫർ ಬೇರೆ, ആ പ്രൈസ് ಬೇರೆ, ഈ പ്രൈസ് ಬೇರೆ. പക്ഷെ ഇതരതായ ഇടങ്ങേറുകൾ ഇങ്ങനെ നോക്കൂ. ഇങ്ങനെ എല്ലാ ഉസ്താദ്മാർക്കും ഫോൺ ആക്കിയിട്ടായിട്ടില്ല. അത് ആറിട്ടില്ല, ഏത് ഉസ്താദ് ഉണ്ടില്ല, ആ പള്ളിയുടെ ഖത്തീബ് ഉണ്ടില്ല, ആറിട്ടില്ല. ഒട്ടാശം നമുക്ക് ഉത്തരം കിട്ടണം. ആ ഉത്തരം കിട്ടുമ്പോനായിട്ടിക്കിട്ട് അങ്ങനത്തെ അതിലെ പിറവത്ത് നട്ടന്തില്ലേ, അതിലെ പിറവത്തെ അവ ഇതായിട്ടിക്ക് ഇണ്ട് കണ്ടുവന്നുകൊണ്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് എന്തായിട്ടിക്കിട്ട് നിങ്ങൾ നേട്ടങ്ങൾ, നിങ്ങൾക്കുണ്ടാവിടെ നേട്ടങ്ങൾ എന്തിന്? സാധാരണ ആൾമാർ പഠിക്കുന്നതാ ഇല്ല, അങ്ങ് പഠിക്കില്ല, അങ്ങ് ഉസ്താദ്മാരുടെ എഴുതുവാട്ടിട്ട് അതിനെ കൊണ്ടുപോയി കൊടുക്കണേ. ഉസ്താദ്മാർ കടത്തിയിട്ട് കേട്ടിട്ട് അതിനെ കൊണ്ടിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താ വന്ന് ഉസ്താദ്മാർ ഇക്കട്ടലായിട്ട് എന്തിന് ചൊല്ലുകൊല്ല, ചൊല്ലാണ്ടിക്കുമല്ല. ചൊന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം, ചൊന്നിട്ട് തപ്പെങ്കിലും പ്രോബ്ലം. അപ്പോ ഇതുകൊണ്ട് ഒരേ ബുദ്ധിമുട്ടുകളായിട്ടിക്കരുത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൊരു മക്കളെ ഇത് പ്രോഗ്രാമിനുണ്ട് ഫംഗ്ഷൻ അല്ലെ, അണ്ടത്തെ അവസ്ഥ നിങ്ങൾ നോക്കൊരു ഒരു മക്കളെ പാട്ടായിട്ടോ പ്രസംഗമായിട്ടോ ചോദ്യം, അങ്ങനെ ഒരു 10-20 ചോദ്യം കേൾക്കരുത്. അപ്പൊ ഈ സമയത്ത് എന്താക്കട വന്നെങ്കിൽ ഇങ്ങനെ ഫോൺ ആക്കി വെക്കാറ്. ഫസ്റ്റിക്ക് ഞങ്ങൾക്കെല്ലാം ഫോൺ വന്നത് കൊണ്ട് അനുഭവം കൊണ്ടായിട്ട് കിടച്ചോണ്ട് ഫോൺ ഇങ്ങനെ ഫോൺ ആക്കി വെക്കട. ഉസ്താദ് നാണ് ഇടയ്ക്കിടക്ക് ഫോൺ ആക്കട്ടെ, നിങ്ങൾ ഉറപ്പൊക്കെ റിസീവ് ആക്കണം ആവാ. അപ്പൊ ഈ 2 ഗಂಟೆ 3 ಗಂಟೆ 5 ಗಂಟೆത്തോളം പ്രോഗ്രാം വെക്കുമ്പോൾ അതിലെങ്കിലും ഫോൺ അല്ലെങ്കിൽ ഫോൺ ആക്കിയിട്ട് വെക്കട്ടെ, ഇതൊക്കെ ഉത്തര ചൊല്ലണം. അപ്പൊ അങ്ങ് ആറോട്ടി കേട്ടിട്ടായിട്ട് ഉത്തര ചൊല്ലേ. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൊരു ചോദ്യങ്ങൾ തന്നെ ഒന്ന് ഇതെല്ലാം ബുദ്ധിമുട്ടുകളായിട്ടിക്കട്. രണ്ടാമത്തത് ഈ ചോദ്യങ്ങൾ തന്നെ പല രീതിയിലായിട്ടിക്കട്. അതിലൊട്ടുകൊരു കാര്യം കൂടി മനസ്സിലാಕೊಂಡು ഈ പെണ്ണുങ്ങളായിട്ട് കൂടുതൽ ഈ ചോദ്യത്തുക ആൻസർ ആക്കല്. ഇങ്ങനെ എവിടെ ആൻസർ ആക്കണം? ഇങ്ങനെല്ലാം ഉസ്താദുമാർക്കായിട്ട് കടത്തരെ. ഒന്നാങ്ങളെ മാപ്പിളമാരിട്ട് കടത്തറ, അല്ലെ ഡയറക്റ്റ് കടത്തറ, അല്ലെ മക്കളിട്ട് കടത്തറ, അല്ലെ വാട്സപ്പ് ആക്കിടർ. അപ്പൊ ഇതിലുള്ളതായ നിങ്ങൾ നോക്കൂ, അത് പല ആഫത്തുക്കും പല ബുദ്ധിമുട്ടുകൾക്ക് കാരണമാണ്. പക്ഷെ ഈ ക്വിസ് തന്നെ കുറെ വർഷങ്ങൾക്ക് മുന്നുള്ളവർക്ക് ഞാനൊരു ആക്കിട്ടിരുന്ന ക്വിസ്. അപ്പൊ ഒരു ഉസ്താദിനൊക്കെ ഫോൺ ആക്കിയിട്ട് അയാൾ തന്നെ കേട്ട് തനിക്ക് വേറെ സ്വരമില്ല. അപ്പായിട്ടിക്കണ ഇത് ശരി, ഞങ്ങൾ ഇങ്ങനെ ആക്കു കുത്തീറ, ഇതിലെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണല്ലോ ഉണ്ടാവും. ഇങ്ങനെ ഞാനാക്കിയതൊന്നും മദ്രസത്തെ കിതാബിടെ നോക്കിയിട്ട് അതിൽ നിന്ന് 5ാം ക്ലാസ് തോലത്തെ പാഠത്തിൽ നിന്ന് പിറക്കിയെടുത്തിട്ടായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ട് വരെ അതെന്താക്കിയത് ഏതോ ഒരു ഉസ്താദ് കൊണ്ടിട്ട് കൊടുത്താറ്. അപ്പൊ അതിൽ നിന്നുണ്ടായ പ്രോബ്ലം അപ്പൊ തന്നെ അയാൾ ഫോൺ ആക്കിയെടുത്തത് കുറെ വർഷത്തിന് മുന്നാളായിട്ടിങ്ങനെ. അപ്പൊ തന്നെ അതിനൊക്കെ ഇത് ശരിയല്ല എന്ന് തപ്പ് മനസ്സിലായി അതിൽ പിന്നെ ആക്കിയിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് കുറെ ആൾമാർക്ക് ബുദ്ധിമുട്ടാവുള്ളൂ എന്ന്. അത് ബേക്കലോസ്താദ് ഇപ്പൊ കുറെ വർഷം അതിൽ പിന്നെ ബേക്കലോസ്താദ് ബേക്കലോസ്താദ് ചൊന്നൽ പിന്നെയും അതിങ്ങനെ ഈ റബിയുള്ള തുടങ്ങലോട് കൂടെ ഇട്ടിട്ട് ഇതിലെ തുടങ്ങല്. അപ്പൊ ഇതിൽ നിന്ന് കുറെ ബുദ്ധിമുട്ടായിട്ടിട്ട് കുറെ ഇടങ്ങേറുകളായിട്ടിട്ട് നിന്നുണ്ടാവും. ഇനി ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുത്തു നോക്കണം. ഇപ്പൊ കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമായിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ വന്നില്ല, ബിലാൽ റളിയല്ലാഹുവിന്റെ ബാങ്ക് കൊടുക്കുവാനായി ഏൽപ്പിച്ചപ്പ ഖുറൈശി പ്രമുഖ സഹാബിക്ക് ഇത് സഹിക്കുക ഇല്ല. അതാറുണ്ട് അർത്ഥമായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ ചൊല്ലേ. അതാ ഞങ്ങൾ അങ്ങനെ ചൊല്ലൊക്കെ തീര. ബിലാൽ റളിയല്ലാഹുവിനെ നിയമിക്കുമ്പോൾ പിന്നെ ആളുകൾ ചതിയായിട്ടുണ്ട് കേൾക്കണേ. നബിയുടെ സ്വഹാബാക്കളെ സംബന്ധിച്ച് ചതിയായത് 6 ഗಂಟೆಗೆ ഇപ്പൊ പഠിക്കുന്നു, ഇപ്പൊ കേൾക്കുന്നു. അപ്പൊ സാധാരണ ആൾമാർ എന്തിനു ഭരിക്കല്? നബിയുടെ സ്വഹാബാക്കൾ പറഞ്ഞ ചതി കാട്ടത്, പിന്നെ ഞങ്ങൾ എന്തിനുണ്ട് അല്ലെ? അപ്പൊ സാധാരണ ആൾക്കാരെ നബിയുടെ സ്വഹാബാക്കളെ കീഴായിട്ട് കണ്ടേക്കത്ര അവസ്ഥ. ഇങ്ങനെ ഇപ്പോൾ സ്വഹാബാക്കളെ കേൾക്കുന്ന ഉടനെ നിങ്ങൾ നോക്കറോ, എവിടെ സ്വഹാബാക്കളെ നെഗ്ലക്ട് ആയിട്ട് കാണ്ടേക്കത്തെ ചോദ്യങ്ങളുണ്ടോ, അങ്ങനെ കീഴായിട്ട് കാണ്ടേക്കത്തുണ്ടോ, അത് സ്വഹാബാക്കളിൽ നിന്ന് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ ചില സ്വഹാബാക്കളിൽ സംഭവിച്ചു കണ്ട അപ്പൊ തന്നെ അതങ്ങ് സമാക്കിതറ്. അതുകൊണ്ട് സ്വഹാബാക്കളെല്ലാം ഉന്നത സ്ഥാനത്തുള്ള അങ്ങനെ സ്ഥാനത്ത് ഒരാൾക്കും ഇനി എത്തുകയില്ലേ. ആ സ്വഹാബാക്കളെ കുണ്ടു കുറത്തെ അല്ല ഞങ്ങൾ ചൊന്നു കൊടുക്കേണ്ടത് അല്ലെ. ചില സഹാബാക്കളിൽ നിന്ന് അങ്ങനെ വന്ന ഇസ്ലാമുക്ക് കടന്നു വന്നിരത്തര്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കണ്ടെങ്കിൽ അപ്പൊ തന്നെ സഹാബാക്കള് നബി തങ്ങളുടെ മുട്ട പോയിട്ട് സമാക്കിറത് അല്ലെ. എത്രയോ സഹാബാക്കൾ, എത്ര അല്ല ചില സഹാബാക്കളിൽ നിന്ന് ചില അബദ്ധങ്ങൾ ഉണ്ടായപ്പോ അപ്പൊ തന്നെ ഉരീദ് നബിയെ അതൊക്കെ എന്തൊരു ശിക്ഷ ഇപ്പൊ തന്നെ നടപ്പിലാക്കണം, ശുദ്ധിയാക്കണം. അപ്പൊ അങ്ങനെ സംബന്ധിച്ച് നബി ചൊന്നേന്ദ്രം കൊണ്ടുണ്ട ഒരു സഹാബിനെ, ആ സഹാബിന്റെ പേര് വരെ സഹാബാക്കൾ മറച്ചു വെച്ചതായിട്ടുണ്ട്. എന്തേ ആലാറിട്ടെന്ന് ചൊന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബാക്കൾ തന്നെ അത് മറച്ചു വെക്കുക നോക്കില്ലേ. എന്നിട്ട് നബിയുടെ സ്വഹാബാക്കൾ ചൊന്നത് ഒരാൾ വന്ന് അതിന്റെ പേര് വരെ അങ്ങ് ചൊന്നില്ല. എന്ത് ഞങ്ങൾ പേര് ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുവരെ സ്വഹാബാക്കൾ മറച്ചു വെച്ചതായിട്ടിരിക്കുന്നത്. അപ്പൊ സ്വഹാബാക്കളിൽ നിന്ന് അബദ്ധങ്ങൾ ചില സ്വഹാബാക്കളിൽ നിന്ന് ചുരുക്കം ചില ആൾമാരിൽ നിന്ന് ഉണ്ടായിട്ട് ഒന്ന് രണ്ട് അത് അതിലെടുത്തിട്ട് ഞങ്ങൾ കേൾക്കണ അത് സമുദായത്തിൽ പഠിപ്പാട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് പഠിപ്പാട്ടി കൊടുക്കണം കണ്ടെങ്കിൽ അതിലെ വിഷയം ഇങ്ങനെ ചൊന്നു കൊടുക്കണ്ടേ? കഴിഞ്ഞ വർഷം ഒരു ക്വിസിലെ ക്വസ്റ്റ്യൻ കണ്ടിട്ടാകുമ്പോ ഭാര്യ ബേജാറെത്ത്
ചെന്ന് ഇങ്ങനെ കേക്കൊക്കെ തീറായിരുന്നു സ്വഹാബാക്കളെ കുറിച്ച്. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആക്കി ഞാൻ ഇട്ട് എൻ്റെ ചാനലിൽ തന്നെയുണ്ട്. അപ്പൊ അവിടെ അതൊക്കെ ഒരു കമന്റിൽ വന്നതായിട്ട് ഉസ്താദ് നിങ്ങൾ ചൊല്ല ഈ വിഷയം റോങ് ആയിട്ട് ശരിയല്ല. എന്തെങ്കിൽ ഇൽമു കേട്ട് പഠിക്കണുണ്ടല്ലേ ചൊന്നര്. ഇൽമു എന്നുള്ളത് ഖസായിനായിട്ട് അതിനെ നിങ്ങൾ കേട്ടിട്ട് പഠിക്കണം. ആ ചൊന്നതിന്റെ അർത്ഥം എന്താ ചൊന്നെങ്കിൽ ഇൽമു നിങ്ങൾ അറിവുള്ള ആളുമാരുടെ കേട്ടിട്ട് പഠിക്കണുണ്ട്, അല്ലാണ്ട് അറിവില്ലാത്തങ്ങളുടെ കേൾക്കണുണ്ടല്ല ചൊന്നര്. ഇതിപ്പോ എന്തൊരു ആൾമാർ സാധാരണ എന്തും തെരിയാത്ത തഫ്സീർ ഓതാത്ത താരീഖ് ഓതാത്ത എന്തും ഓതാത്ത ആൾമാറിട്ടു പാവത്ത ആൾമാറിട്ട് ഈ കേൾക്കണ ചോദ്യം ഇക്ക ഉത്തരം എന്തിനുണ്ട്. അപ്പൊ നിങ്ങ അപ്പുറം കേൾക്കണല്ല അറിവില്ലാത്തങ്ങ അറിവുള്ളവരുടെ ഈ ചോദിച്ച് പഠിക്കണം എന്നുള്ളതായിരിക്കട്ടെ. അപ്പൊ അതിൻ്റെതായ നിയമങ്ങളുണ്ട്, രീതിയുണ്ട്. അപ്പൊ കേട്ട് പഠിക്കണം, അറിവുടേതായ അദബുകളുണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ട് പഠിക്കണം എന്നായിട്ട് ചൊന്നത്. എന്നല്ലാണ്ട് കിസ് ആക്കണുണ്ടല്ല അതിൽ ചൊന്നര്. അറിവ് കേട്ട് പഠിക്കണം. നിങ്ങൾ ഗൊന്തില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ട് പഠിക്കണം. അത് എങ്ങനെ പഠിക്കണം? നിങ്ങൾ നോക്കൊരു ഒരാൾക്ക് ഒരു കാര്യം നിർബന്ധമാവും, അതിനെ സംബന്ധിച്ച് അയാൾ പഠിക്കണം. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ പഠിക്കണം. പെണ്ണുങ്ങൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ മാപ്പിളമാരിട്ടും അങ്ങനെ ബാപ്പമാരിട്ടും കേട്ട് പഠിക്കണം. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ ഇല്ലാണ്ടെങ്കിൽ അങ്ങനെ ഫാമിലിയിൽ അങ്ക് നോക്കുകയും ഹലാലായെങ്കിൽ താഴ്മാറിട്ടും കേട്ട് പഠിക്കണം. ഇങ്ങനെയല്ലേ ഇസ്ലാമിന്റെ നിയമമുള്ളത്. അപ്പോ ആ ചോദ്യം തന്നെ ഇതിൽ അതിനെ സംബന്ധിച്ച് വിവരിച്ചു. അതിൽ വന്ന ചോദ്യം ഇത് തന്നെ ആയിട്ടിക്കട്. ഏത് സ്വഹാബാക്കളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ചൊന്നു കൊടുക്കുമ്പോൾ ആൾമാർ സ്വഹാബാക്കളെയും നബിനെയും സ്ഥാനത്തെ കീഴായി കണ്ടത്. അത് കുഫ്രിയത്ത് വരെ എത്തുക കാരണോട് പണ്ഡിതന്മാർ അത് വിവരിച്ചിട്ട് കിതാബില്. അപ്പൊ ഞങ്ങ ഒരു ആൾമാരട്ട് ചൊല്ലുമ്പോ ആൾമാരെ ഞങ്ങൾ നോക്കണം. ഇങ്ങക്ക് എത്ര ദഹിക്കട അത്ര മാത്രം കൊടുക്കണം. ഇപ്പോ വലിയ ഡോക്ടർമാരുള്ളത്, ഓപ്പറേഷൻ ആക്കണമെങ്കിൽ ഡോക്ടർമാരുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതായ ഉൾഗത്തുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് മനസ്സിലാക്കുകയാവില്ലേ. ഞങ്ങൾക്ക് അങ്ങ് ചൊന്തണ്ടില്ല, അങ്ങ് ട്രീറ്റ്മെന്റ് മാത്രമാക്കടേ. അപ്പൊ സാധാരണ ആളുമാർക്ക് ഞങ്ങൾ എന്താക്കണം, അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചൊന്നു കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സ്വഹാബാക്കളിൽ നിന്ന് തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാവിടെ ചൊല്ലുമ്പോഴത്തേക്ക് സാധാരണ ആൾമാർ സ്വഹാബാക്കൾ എന്തായിട്ട് കണ്ടത് ഞങ്ങളെ പോലെ മനസ്സിലാക്കിടർ, അല്ലെങ്കിൽ ഞങ്ങൾ സ്വഹാബാക്കളെ പോലെ മനസ്സിലാക്കിടർ. ഇത് രണ്ടും അത് തപ്പായിട്ടിക്കട് അല്ലേ. അപ്പൊ സ്വഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കി ഈമാൻ വരെ ഊരിപ്പോകുക കാരണവും. ബഹുമാനിക്കണ്ടേ അങ്ങനെ ബഹുമാനിക്കണ്ടേ, ആദരിക്കണ്ടേ അങ്ങനെ ആദരിക്കണ്ടേ. അപ്പൊ ഈ ചോദ്യങ്ങൾ, ഇങ്ങനത്തെ പല ചോദ്യങ്ങളും ഉണ്ട്. ഇനി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വേറെ ഉണ്ടല്ലോ. സൂര്യൻ എത്ര വർഷത്ത്, ഐക്ക് എത്ര വയസ്സ്, ജിബ്രീൽ അലൈഹി സ്വലാമിക്ക് എത്ര വർഷത്ത്. ഇതെല്ലാം ചരിത്രങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ചരിത്രങ്ങൾ പല അഭിപ്രായങ്ങളിക്കട്, ചില അഭിപ്രായ വ്യത്യാസങ്ങളിക്കട് ചരിത്രത്തിൽ തന്നെ. അതുകൊണ്ടിട്ട് അതിനെ ഞങ്ങൾ വെച്ചിട്ട് അത് അല്ല, അതിന് ആവശ്യമില്ല. സാധാരണക്കാർക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കേണ്ടത് അങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളായിട്ട് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കുന്നത്. ഇനി ഒരു ഹദീസോ ഒരു സംഭവമോ വിവരിക്കണം കണ്ടെങ്കിൽ അതിന് ഇതുപോലത്തെ സംഭവങ്ങൾ വിവരിക്കണം കണ്ടെങ്കിൽ അതിന് ശരിയായ രീതി മനസ്സിലാക്കി കൊടുത്തുകൊണ്ടായിട്ടിരിക്കണം അത് കേൾക്കേണ്ടതും ചൊല്ലേണ്ടതും. അത് വയറു ചൊന്നു കൊടുക്കണമെങ്കിലും അങ്ങനെ തന്നെ, ക്ലാസ് എടുക്കണം കണ്ടെങ്കിലും അങ്ങനെ തന്നെ. എന്തേ ഇത് ഇങ്ങനെ ഉണ്ടായിട്ട്, അപ്പൊ അതിന് കാരണം എന്തേ എന്നുള്ള വിവരിച്ചിട്ട് ആ സ്വഹാബാക്കളെ ഗൗരവത്തിന് കുറത്തെ പറയാത്തത് പോലെ ഞങ്ങൾ നോക്കിയാലോ. എവിടത്തോളം ചെന്നെങ്കിൽ ഒരു സഹാബിനെ സംബന്ധിച്ച് ഞങ്ങൾ കറുത്ത ആളുണ്ട് ചൊല്ലണിട്ടില്ല. അത് ആളെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക വേനായിട്ട് ചൊല്ല അല്ലെ. അപ്പൊ ഹദീസിൽ തന്നെ അസ്വദായ ഒറജലുണ്ട് അല്ലെ. ഒരാള് എണീച്ച് നിന്റെ അൻസാരികൾപ്പെട്ട കറുത്ത ഒരാളും ചൊന്നത് എന്ത് കൊന്നെങ്കിൽ അയാളെ മനസ്സിലാക്കുക വേനായിട്ട് ചൊന്നെ മാത്രം എന്നല്ലാണ്ട് അയാളെ നിസാരപ്പെടുത്തിയതല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് ചൊല്ലുമ്പോൾ സാഹിബിന് കറുത്ത ആളിന്റെ ചൊല്ലണിട്ടില്ല. എന്തിനു ചൊല്ലണം? അതങ്ങനെ ഒരു നിസാരപ്പെടുത്തുന്ന രീതിയിലാവുകത്തീര, അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് ചൊല്ല, നിസാരപ്പെടുത്തുന്ന രീതിയിലാവുകയും തീര. ഇത്രയെല്ലാം പണ്ഡിതന്മാർ ശ്രദ്ധിച്ചിട്ട് പോലും ഈ കിസ്സാക്കുമ്പോൾ, ഈ കിസ്സിലെ പർവ്വത്തിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കിസ്സിൽ കേൾക്കേണ്ടതായ ചോദ്യങ്ങൾ അത് പലതും ഈ അബദ്ധങ്ങളുണ്ട് അവിടെ ഇങ്ങനത്തെ രീതിയിലായിട്ട്. ഇതിലെ പർവ്വത്തുണ്ട് അവിടെ അപകടങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കൂ അല്ലെ. അങ്ങാറും കിതാബ് ഓതിട്ട് ചൊല്ലുന്നതല്ല, അങ്ങാറും തഫ്സീർ നോക്കിയിട്ട് ചൊല്ലല്ല, അങ്ങാറും ബുക്ക് നോക്കി പഠിക്കില്ല. എല്ലാവരും ആരട്ടെയും കേട്ടിട്ടോ അതിലെ പർവ്വത്തിട്ടോ ആറാർക്ക് ഫോൺ ആക്കിയിട്ടോ അത് എപ്പാണ്ടില്ല ഏത് ഞാറാണ്ടില്ല അല്ലെ. ബേക്കർ ഉസ്താദിൽ തന്നെ അങ്ങനെ ഫോൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങളുടെ ഫോൺ ആക്കിയിട്ടല്ല കേൾക്കരുത്. അപ്പൊ ഇത് നാണ് പുതിയായിട്ട് ചൊല്ലല്ല. ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് വർഷങ്ങൾക്ക് മുന്നിൽ ചൊന്നത് അത് തന്നെയായിട്ട് ഇനിയും അത് നിപ്പാട്ടൊക്കെ ആവാത്തത് കൊണ്ടിട്ട് അല്ലെ. ഫസ്റ്റ് ആൾമാരൊന്നും രണ്ടാൾ തുടങ്ങിയത്
ബഹുമാനപ്പെട്ട ബേക്കലോസ്താദർ ഗൗരവം മനസ്സിലാക്കി തന്നത്. എന്നിട്ടും ഞങ്ങൾ നിപ്പാട്ടെല്ലാം കണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ഇത് ആവർത്തിച്ചു പോണ്ടേന്ന് കണ്ടെങ്കിൽ ഇത് പിന്നെ അപകടത്തിലായിട്ട് ഇത് ചെന്നെത്ര. അപ്പൊ ഇതിന്റെ അപകടം എന്തിനായിട്ട് ഇനിയും കൂടുതൽ ഞാൻ ചൊല്ലോണ്ടില്ല. ഞാൻ ചൊന്നേ ഇതിനെ പർവ്വത്ത് കൂടുതൽ പോണ്ടതും പെണ്ണുങ്ങള് ജണ്ട്. ഈ പെണ്ണുങ്ങൾ ആറും കിതാബോധരല്ല, ഇങ്ങൊക്കെ ആണുങ്ങൾക്ക്, അതായത് ഉസ്താദ്മാർക്ക് കൊടുത്തു കടത്തില് ഏറ്റിക്കിട് എന്നാ ഫോണാക്കിയിട്ടോ ഫോട്ടോ എടുത്ത് കടത്തിയിട്ടോ ഇങ്ങനെ ആയിട്ടിക്കിട്. അത് പല അബദ്ധത്തിനും കാരണമാവുന്നുണ്ട്. ഞാൻ ചൊല്ലുമ്പോൾ കൂടുതൽ അതിനെ വിവരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ആലോചനാക്കണം, മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പെണ്ണുങ്ങളൊട്ട് തന്നെ ഏറ്റിക്കിൾ ചൊല്ലേണ്ടത് ഇതിരെ പർവ്വത്ത് പോകണ്ട, ഇതിരെ വിട്ടുകൊടുക്കും. ക്വിസ് ആൻസർ ആക്കൂ, പെണ്ണുങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ അങ്ങനത്തെ പഠിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എത്രയോ ചാനലുണ്ട്. അതിൽ നിന്ന് എനിക്ക് വയറോ ക്ലാസ്സോ സുന്നത്ത് ജമാഅത്തിലോ എത്രയോ ഉണ്ട്, വെച്ചിട്ട് പഠിക്കാം. പഠിക്കുന്നുണ്ടെങ്കിൽ അത് തീറുണ്ട് എന്നല്ലാണ്ട് ഈ ക്വിസിരെ പർവ്വത്തെ പോവണ്ട. ഇത് നിപ്പാട്ടേണ്ടത് പെണ്ണുങ്ങളല്ല, ഇത് നടത്തേണ്ട ആൾമാരായിട്ട് ഇത് നിപ്പാട്ടേണ്ടത്. അപ്പോ ഉസ്താദ് ബേക്കർ ഉസ്താദ് മുന്നരേ ചൊന്നു, അതിന് ഒന്നും കൂടി ആവർത്തിച്ചൊന്ന് പെണ്ണുങ്ങളൊട്ടും ചൊല്ലകൊല്ലത് ഇതിരെ പർവ്വത്തെ നിങ്ങൾ പോവണ്ട. ആ സമയത്ത് നിങ്ങൾ പഠിക്കണുണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പഠിക്കൂ. അന്നായിട്ട് ഞാൻ അതിനെ സംബന്ധിച്ച് ചൊല്ല ഉദ്ദേശിക്കുന്നത്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല നല്ല ഇൽമും ഫഹ്മും തഖ്വയും ഇബാദത്തും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.